കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് നമുക്കങ്ങനെ വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് ആ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കെടാവിളക്കൊക്കെ കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രകാശം, നിറയെ പ്രകാശമാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ഉണ്ണീക്കണ്ണൻ്റെ കാൽപാദം കാണുന്നു. കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പട്ടുകോണം ഉടുത്തിട്ടുണ്ട്. അതേമാതിരി അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം അതിന് നടുക്കായിട്ട്. അതേപോലെ തന്നെ തിരുനെറ്റിയിലും ഗോപീതിലകം. പിന്നെ 2 കൈവളകൾ കാണാണ്ട് തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കയ്യിൽ എന്താ വെച്ചാൽ ഒരു ഗോപീതിലകം കൊടുത്തിട്ടുണ്ട് വലത്തെ കയ്യിൽ. ഇടത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു യശോദാമ്മ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ ഒരുക്കി വെക്കുമ്പോൾ ഒരു ഗോപീതിലകം ബാക്കി വന്നു. അതാ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ കൊടുത്തന്നെ. അതാണ് ആ കാഴ്ച. പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല ചിരിയാണ്. നന്നായിട്ട് ഇതല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ അമ്മ അണിയിച്ചൊരുക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് കയ്യിൽ പിടിച്ചതാവും. ബാക്കിയൊക്കെ എവിടെ ഒരു ഗോപീതിലകം കൂടി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് എവിടെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ഇങ്ങനെ കയ്യിൽ വെച്ച മാതിരിയാണ്. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു വെച്ചതാവാനും സാധ്യത ഉണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണനല്ലേ, എപ്പോഴും കള്ളത്തരം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവ് 1, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത് 1. അതേമാതിരി തിരുമുടിമാല ഉണ്ട് 2. വലിയ ഉണ്ടമാലയും 2 ഉണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്ന്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടൊന്ന്. പിന്നെ മുകളിലിങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട് 4-5 ഉണ്ടമാലകൾ. നല്ല രസമായിട്ടുള്ള കാഴ്ച. എനിക്ക് തോന്നുന്നത് ആ കള്ളത്തരം പോലെ തന്നെയാണ് കാണിക്കുന്നത്. ആ ഗോപീതിലകം കയ്യിലിങ്ങനെ വലത്തെ കയ്യിലിങ്ങനെ പിടിച്ചതേ കാണുമ്പോൾ എന്തായാലും വേണ്ടില്ല, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. നമ്മളെല്ലാവരും ഇപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് തൊഴുതോളൂ. അങ്ങനെ തൊഴുത് ഇറങ്ങിയാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. പിന്നെ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും തൊഴുത് അങ്ങനെ ആ കോർണറിലെത്തിയിട്ട് ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം ആ രൂപങ്ങളൊക്കെ കണ്ട് നരസിംഹമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ വാമന രൂപവും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നരസിംഹത്തെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് അങ്ങനെ വന്ന് ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവനും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ മുരുകനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നീട് നമ്മളവിടുന്ന് രാധാകൃഷ്ണ വിഗ്രഹവും അതേമാതിരി കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ താമരക്കണ്ണനെയും കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാം. അതേപോലെ നൃത്താറി മണിക്കിണറും കുറൂരമ്മേനെ നാരദരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വരുന്നു. അങ്ങനെ വന്ന് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ പുറത്തേക്ക് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ നമ്മൾ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കണ്ട് തൊഴാം. ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാൻ വേണ്ടി ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യാം. അതിന് ശേഷം നമ്മൾ അവിടുന്ന് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് ഗോപുരവാതിൽ ആ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരാം. അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗോപീതിലകവും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അതിന് ശേഷം നമ്മൾ വീണ്ടും കൂത്തമ്പലത്തിലും അയ്യപ്പസ്വാമിയുടെ വന്ന് അയ്യപ്പസ്വാമിയും കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമഃ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിലുള്ള വേണുഗോപാലിനെയും ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് അങ്ങനെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അതൊന്ന് കണ്ട് തൊഴുത് ഭഗവതി നടയിലും ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് അങ്ങനെ വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും കണ്ട് പ്രാർത്ഥിച്ചതായിട്ട് തോന്നുക. നമ്മൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.